റഷ്യൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് നിർമ്മിക്കുന്ന ഇന്ധനങ്ങളുടെ ഇറക്കുമതിക്ക് നിരോധനം ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തിയതായി റിപ്പോർട്ടുകൾ. ഈ തീരുമാനം റഷ്യയെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതിയെ സാരമായി ബാധിക്കുമെന്ന ആശങ്കകളാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇന്ത്യ മാത്രമല്ല UAE, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെയും ഈ പുതിയ തീരുമാനം പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം എണ്ണ ഉൽപാദന രാജ്യമായ സൗദി അറേബ്യയ്ക്ക് ഈ വിഷയത്തിൽ ചില ആശ്വാസത്തിന് വകയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. അടുത്തിടെ ആഗോള എണ്ണ വിപണിയിൽ ഇന്ത്യ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചിരുന്നു. പെട്രോളിയം കയറ്റുമതിയിൽ സൗദി അറേബ്യയ്ക്ക് ഇപ്പോഴും പിന്നിലാക്കി ഇന്ത്യ കുതിക്കുകയായിരുന്നു. ഈ സുപ്രധാന വളർച്ചയുടെ പശ്ചാത്തലത്തിലാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ തീരുമാനം വരുന്നത്. റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ഏകദേശം പകുതിയോളം റഷ്യയിൽ നിന്നാണ്. ഈ ക്രൂഡ് ഓയിൽ പൂർണ്ണമായും ഇന്ത്യയിൽ ആഭ്യന്തരമായി ഉപയോഗിക്കാതെ ശുദ്ധീകരിച്ച് പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധനം തുടങ്ങിയ ഉൽപ്പന്നങ്ങളായി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു. ഈ ലാഭകരമായ വ്യാപാരത്തിനാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ നിരോധനം തിരിച്ചടിയാകുന്നത്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് യൂറോപ്പിലേക്ക് മിക്ക രാജ്യങ്ങളും തങ്ങളുടെ ഇന്ധന ആവശ്യങ്ങൾക്കായി പ്രധാനമായി ആശ്രയിച്ചിരുന്നത് റഷ്യയായിരുന്നു. എന്നാൽ 2022 യുദ്ധം ആരംഭിച്ചതോടെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി യൂറോപ്യൻ രാജ്യങ്ങൾ നിർത്തിവെച്ചു. ഈ സാഹചര്യം ഒരു പുതിയ വ്യാപാര സാധ്യത തുറന്നു. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ വാങ്ങി അത് ശുദ്ധീകരിച്ച് യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള അവസരം ഇന്ത്യ, UAE, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾക്ക് ലഭിച്ചു. ഇന്ത്യ ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തി. 2023 യൂറോപ്പിലേക്കുള്ള ഇന്ധന കയറ്റുമതിയിൽ ഇന്ത്യ സൗദി അറേബ്യ മറികടന്ന് മുന്നിലെത്തി. ഇത് ആഗോള എണ്ണ വിപണിയിൽ ഒരു വലിയ വാർത്തയായിരുന്നു. ഏകദേശം 1500 കോടി ഇന്ധനമാണ് ഇന്ത്യ യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. ഈ വലിയ വരുമാന സ്രോതസ്സാണ് യൂറോപ്യൻ യൂണിയന്റെ പുതിയ തീരുമാനം ഭീഷണി ഉയർത്തുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കം ഇന്ത്യയുടെ പെട്രോളിയം കയറ്റുമതി വരുമാനത്തിൽ ഗണ്യമായി കുറവുണ്ടാകും. റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങി യൂറോപ്പിൽ ഉയർന്ന വിലയ്ക്ക് വിറ്റ് ലാഭം നേടുന്ന ഇന്ത്യയുടെ തന്ത്രത്തിന് ഇത് തിരിച്ചടിയാവും. ഇന്ത്യയുടെ എണ്ണ ശുദ്ധീകരണങ്ങൾക്ക് തങ്ങളുടെ ഉൽപാദനത്തിന്റെ ഒരു വലിയ ഭാഗം കയറ്റുമതി ചെയ്യാൻ കഴിയാതെ വരുന്നത് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാകും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും വിദേശ നാണ്യ കരുതൽ ശേഖരത്തെയും ബാധിക്കും. ഇന്ത്യയെ കൂടാതെ തുർക്കി, UAE സമാനമായ വ്യാപാര രീതിയാണ് യൂറോപ്പുമായി നടത്തിയിരുന്നത്. അതിനാൽ ഈ രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയന്റെ പുതിയ തീരുമാനം വെല്ലുവിളിയാകും. അതേസമയം സൗദി അറേബ്യയ്ക്കും ഈ വിഷയത്തിൽ ഒരു പരിധിവരെ ആശ്വാസമുണ്ട്. സൗദി അറേബ്യ പ്രധാനമായും സ്വന്തം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ച് ശുദ്ധീകരിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. അതിനാൽ റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പുതിയ നിരോധനം അവരെ നേരിട്ട് ബാധിക്കില്ല. മറിച്ച് റഷ്യൻ എണ്ണ ശുദ്ധീകരിച്ച് വിൽക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ വരുന്ന നയതന്ത്രങ്ങൾക്ക് സൗദി അറേബ്യയ്ക്ക് കൂടുതൽ വിപണി വിഹിതം നേടാൻ സഹായിച്ചേക്കാം. യൂറോപ്യൻ യൂണിയൻ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഈ നീക്കം അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. റഷ്യ എണ്ണയെ പൂർണ്ണമായി ഒഴിവാക്കുന്നത് യൂറോപ്പിൽ ഇന്ധനവില വർധനവിന് ഇടയാക്കും. ഇത് യൂറോപ്പിലെ പണപ്പെരുപ്പം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനും സാധ്യതയുണ്ട്. കൂടാതെ റഷ്യ എണ്ണയുടെ മറ്റു വാങ്ങലുകളെ കണ്ടെത്തേണ്ടതോടെ റഷ്യൻ സാമ്പത്തികാവസ്ഥയെ പൂർണ്ണമായി തകർക്കാൻ യൂറോപ്പിന് സാധിക്കാതെ വരികയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം പുതിയ വ്യാപാര പങ്കാളിത്തം കണ്ടെത്താനും ആഭ്യന്തര എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാനും മറ്റു ഊർജ്ജ സ്രോതസ്സുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരു അവസരമാകും. എന്നിരുന്നാലും സമീപകാലത്ത് യൂറോപ്പിലേക്കുള്ള പെട്രോളിയം കയറ്റുമതിയിൽ നിന്ന് ലഭിച്ച വലിയ വരുമാനം പെട്ടെന്ന് നിലയ്ക്കുന്നത് ഇന്ത്യക്ക് ഒരു താൽക്കാലിക പ്രതിസന്ധി സൃഷ്ടിക്കും. ആഗോള ഊർജ്ജ വിപണിയിൽ ഈ തീരുമാനം എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നത് ദിവസങ്ങൾ കൊണ്ട് കണ്ടറിയാം.